RRB ALP തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഒരു പ്രത്യേക ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് അറിയിക്കാനുണ്ട്. വേറൊന്നുമല്ല, RRB ചണ്ഡീഗഡിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ 30/1/2024 ടെൻറ്റേറ്റീവ് ടൈം ലൈൻ ഫോർ ALP എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് എടുത്തു നോക്കുക. അതിൽ വേറൊന്നുമല്ല പറയുന്നത്, നിങ്ങളെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ ഡേറ്റിൽ വരാൻ സാധ്യതയുണ്ട്, അതായത് ടെൻറ്റേറ്റീവായിട്ട് ഏതൊക്കെ ഡേറ്റ് ആണ് നിങ്ങളുടെ CBT 1ഉം CBT 2ഉം ഉള്ളത് എന്നുള്ള ഡേറ്റ് ആണുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതിൽ പറഞ്ഞിട്ടുള്ളത് CBT 1 എക്സാം ജൂൺ ആൻഡ് ഓഗസ്റ്റ് 2024, അതായത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്ത് 2024 ജൂൺ ടു ഓഗസ്റ്റ് ആണ് CBT 1 നടക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് CBT 2 നടക്കാനുള്ള സാധ്യത സെപ്റ്റംബർ 2024 അതായത് നിങ്ങളുടെ എക്സാമിൻ്റെ CBT 1 ടയർ 1 എന്ന് പറയുന്ന ഒരു സെക്ഷൻ നടക്കാൻ പോകുന്നത് ജൂൺ മാസത്തോടടുത്താണെന്നും അതുപോലെ തന്നെ ടയർ 2 സെപ്റ്റംബറിലാണ് എന്നാണ് നമ്മളുടെ നോട്ടിഫിക്കേഷൻ പറയുന്നത്. ഇതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് സമയം വളരെ കുറവാണ്. കൃത്യമായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ നോൺ ടെക്നിക്കൽ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ALP എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ എക്സാം ആണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും നോൺ ടെക്നിക്കൽ ആണ് നമ്മളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത്. ടെക്നിക്കൽ ഒരിക്കലും അവിടെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ അല്ല. അതുകൊണ്ട് തന്നെ നോൺ ടെക്നിക്കലിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ തുടങ്ങുക. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം, ദിശ അക്കാദമിയുടെ ഒരുപാട് ബാച്ചുകൾ ALP ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ. ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടെ തന്നെ ഒരുപാട് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോഴിക്കോടും കൊട്ടാരക്കരയും ട്രിവാൻഡ്രത്തുമായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഓഫ്ലൈനായിട്ട് വന്ന് പഠിക്കാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ, അതിനുള്ള സമയമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വരിക, വന്ന് ക്ലാസ്സുകളിൽ ഇരിക്കുക. അതിനുശേഷം ജൂൺ മാസത്തേക്ക് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇത് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങൾ ALP പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുക. അഥവാ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് ALP പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.